VOC പോർട്ട് അതോറിറ്റിയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, ഏതൊക്കെ വേക്കൻസി എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലൊക്കെ മാക്സിമം ഷെയർ ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ചാനൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. റീസെൻറ്റ് ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരെ നമുക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഇവിടെ കാണാം VOC. ഈ പറയുന്ന ഇതിൻ്റെ കറക്റ്റ് എന്തിനാണോ അത് പ്രൊണൗൺസ് ചെയ്യാന്നറിയില്ല, ചിദംബരന്നാർ എന്നാണ് വായിക്കാൻ പറ്റുന്നത്. പോർട്ട് അതോറിറ്റി. ഓക്കെ, ഇത് നമ്മുടെ മിനിസ്ട്രി ഓഫ് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർ വേക്ക് കീഴിലുള്ളതാണ്, കേന്ദ്ര സർക്കാരിന് കീഴിലുള്ളതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് ആണ് 19/2/2025 കരാർ അടിസ്ഥാനത്തിലുള്ള വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഒരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വിവിധ കാറ്റഗറി വേക്കൻസി ഇട്ടിട്ട് എല്ലാം ഞാൻ പറയാം, സ്കിപ്പ് ചെയ്യേണ്ട. ഡിഗ്രി ഉള്ളവർക്കും PG ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ നിങ്ങൾക്ക് ഡിസിപ്ലിൻ, അതുപോലെ പൊസിഷൻ, നമ്പർ ഓഫ് വേക്കൻസി, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, മന്ത്ലി കൺസൾട്ടേറ്റ് പേയ്മെൻറ്റ്, ഇതാണ് ഓരോ കോളം വൈസ് ആണ്. ഇപ്പോൾ ട്രാഫിക്കിലേക്ക് നിങ്ങൾക്ക് കൺസൾട്ടൻ്റ് എന്നാണ് പൊസിഷൻ്റെ പേര് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വേക്കൻസിയാണ് അതിലുള്ളത്. ഇതിലേക്ക് നിങ്ങൾക്ക് PG ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. PG ഇവിടെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻ റിസർച്ച്, ഇക്കണോമിക്സ്, ബിസിനസ് മാത്തമാറ്റിക്സ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളും MS ഓഫീസൊക്കെ നല്ല രീതിയിൽ എന്താണ് കൈകാര്യം ചെയ്യാൻ അറിഞ്ഞിരിക്കുകയും വേണം കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. 4 വർഷത്തെ എക്സ്പീരിയൻസും വേണം. 60,000 രൂപയാണ് നിങ്ങളുടെ കൺസോൾട്ടേറ്റഡ് മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് കിട്ടുക. ഇനി HR ഹ്യൂമൻ റിസോഴ്സിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇതിലും PG ആണ്. അത് പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ ലേബർ റിലേഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ജസ്റ്റ് ഒരു PG പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം. ഇനി എൻവയൺമെൻറ്റ് എന്ന് പറയുന്ന ഡിസിപ്ലിനിലേക്ക് നിങ്ങൾക്ക് PG എന്നാണ്. എൻവയൺമെൻറ്റൽ സയൻസ് അല്ലെങ്കിൽ എൻവയൺമെൻറ്റൽ എഞ്ചിനീയറിംഗ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ PG ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, പിന്നെ ഇനി അടുത്തത് എസ്റ്റേറ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണ് കേട്ടോ പോസ്റ്റ് നെയിം വരുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗിൽ ജസ്റ്റ് BA or BTech, സിവിലിൽ ജസ്റ്റ് BA or BTech ഉണ്ടായിരിക്കുക. പ്ലസ് നിങ്ങൾക്ക് PG ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ PG ഉള്ളവർക്ക്, അതായത് PG നിങ്ങൾ ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, എനി PG ഡിഗ്രിയാണ് പറയുന്നത്. പക്ഷേ BE അല്ലെങ്കിൽ BTech നമ്മൾ എന്തായിരിക്കണം, സിവിലായിരിക്കണം. പ്ലസ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു PG ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ. 50,000 രൂപയാണ് ഇതിൻ്റെ സാലറി അല്ലെങ്കിൽ കൺസൾട്ടേറ്റ് പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത ഹോർട്ടിക്കൾച്ചർ ആണ്. ഇതിലും അസോസിയേറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്, ഒരു വേക്കൻസിയാണ്. ഇതിലൊക്കെ വേക്കൻസിയും കൂടെ കാണാം കേട്ടോ. എല്ലാം ഒരു വേക്കൻസിയാണ് ഇത് വിളിച്ചിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് PG ആണ്. അത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫോറസ്ട്രി അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ ജസ്റ്റ് PG ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉള്ളവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസും വേണം കേട്ടോ. സെയിം എമൗണ്ടാണ്, 50,000 പെർ മന്താണ് കിട്ടുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിൽ കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, അതായത് നിങ്ങൾക്കിവിടെ കാണാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് കാണിക്കാം. ഈ ഒരു പോസ്റ്റില്ലേ കൺസൾട്ടൻ്റ്, ഈ പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെയാണ് കേട്ടോ പറയുന്നത് ഏജ് ലിമിറ്റ്. അസോസിയേറ്റ് കൺസൾട്ടൻ്റ് ആണെങ്കിൽ ഒരു പോസ്റ്റ് മാത്രമാണ് ഈ പറയുന്ന കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റ്, ഏറ്റവും മുകളിലുള്ള ഫസ്റ്റ് സീരിയൽ നമ്പർ 1 ട്രാഫിക്, ഇതാണ് കൺസൾട്ടൻ്റ്. അതിലേക്ക് 45 വയസ്സ് വരെയും ബാക്കിയുള്ളതിലേക്കൊക്കെ നിങ്ങൾക്ക് 40 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഹയർ ക്വാളിഫിക്കേഷനും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം വരെ ഏജ് റിലാക്സേഷൻ അവർക്ക് ഈ പറയുന്ന അസോസിയേറ്റ് കൺസൾട്ടൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് ഏജ് റിലാക്സേഷനൊക്കെ അനുവദിക്കുന്നതാണ് കേട്ടോ. പിന്നെ 2 വർഷമായിരിക്കും ഇതിൻ്റെ ആ ഒരു കരാറ് എന്നുള്ളതാണ്. ഇനി അടുത്ത കാറ്റഗറി പോസ്റ്റാണ് യങ് പ്രൊഫഷണൽസ്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ പ്രൊഫഷണൽ ഇൻറ്റേൺസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി, പ്രൊഫഷണൽ ഇൻറ്റേൺസ് സ്റ്റെനോഗ്രഫി 3 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഒരു ബിരുദം പ്ലസ് നിങ്ങൾക്ക് എന്താണ് സ്റ്റെനോഗ്രഫിയിലുള്ള ഡിപ്ലോമയോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണം കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക് കമ്പ്യൂട്ടർ സ്കില്ലും ഉണ്ടായിരിക്കണം. MS ഓഫീസൊക്കെ അത്യാവശ്യം ഡീൽ ചെയ്യാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെനോഗ്രഫിയുടെ സ്പീഡൊക്കെ പറയുന്നുണ്ട് 40 വേർഡ്സ് പെർ മിനിറ്റ്, ഇംഗ്ലീഷിൽ ടൈപ്പ് റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെനോഗ്രഫി ഡിപ്ലോമ അല്ലെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്തിരിക്കണം. ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ മതി. അതുപോലെ തന്നെ ലീഗലുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിഗ്രി, അതായത് നിങ്ങൾക്ക് LLB കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഡിഗ്രി ഇൻ LLB ആണ്, ഡിഗ്രി ഇൻ ലോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിയമത്തിൽ ബിരുദമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഈ പറയുന്ന സ്റ്റെനോഗ്രഫി ആണെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. പിന്നെ പ്രൊഫഷണൽ ഇൻറ്റേൺസിനൊന്നും എക്സ്പീരിയൻസ് വേണ്ട. ഇതിൽ അടുത്തത് ഫൈനാൻസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ICWA 2 വേക്കൻസിയാണ്. ICWA അല്ലെങ്കിൽ CA ഇൻ്റർ അല്ലെങ്കിൽ MBA ഫൈനാൻസ്, ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് പ്രൊഫഷണൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് അത് മറൈനിലാണ് കേട്ടോ ഡിസിപ്ലിൻ വരുന്നത്. എനി UG ഡിഗ്രി വിത്ത് MBA ആണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ പ്ലസ് എന്താണ് നിങ്ങൾക്ക് MBA സ്പെഷ്യലൈസേഷനും പറയില്ല, ജസ്റ്റ് ഒരു MBA മതി.
ഓക്കെ. അപ്പോൾ ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം പ്ലസ് MBA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഫ്രഷേഴ്സിന് യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി സിവിലിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസിയാണ്. ജസ്റ്റ് നിങ്ങൾ BEO അല്ലെങ്കിൽ BTECO സിവിൽ നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, എക്സ്പീരിയൻസ് വേണ്ട. ഇതിൻ്റെ അടുത്തത് എസ്റ്റേറ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 2 വേക്കൻസി സിവിൽ എഞ്ചിനീയറിംഗ് BE കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസിയാണ്. അങ്ങനെ 11 വേക്കൻസിയാണ് അത് ടോട്ടൽ ഈ പറയുന്ന പ്രൊഫഷണൽ ഇൻറ്റേൺസിൽ വിളിച്ചിരിക്കുന്നത്. ഇനി അടുത്ത് ജൂനിയർ പ്രൊഫഷണൽ ഇൻറ്റേൺസ് ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് സർവേ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ സിവിൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ജസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് 2 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 20,000 ഇതിൻ്റെ സാലറി ആയിട്ട് പറയുന്നത്. മറ്റേതെല്ലാം 30,000 കേട്ടോ സാലറി വരുന്നത്. പ്രൊഫഷണൽ ഇൻറ്റേൺസിൻ്റെ 30,000 മന്ത്ലി സാലറി വരുന്നത്. ഓക്കെ. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് ഈ പറയുന്ന പോസ്റ്റിലേക്കൊക്കെ ഞാനിപ്പം പറഞ്ഞിരിക്കുന്ന പ്രൊഫഷണൽ ഇൻറ്റേൺസ് അതുപോലെ തന്നെ ജൂനിയർ പ്രൊഫഷണൽ ഇൻറ്റേൺസ് എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണെങ്കിൽ നിങ്ങൾക്ക് 30 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. 2 വർഷമാണ് നിങ്ങളുടെ ആ ഒരു കരാറ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ സ്കിൽ റിക്വയർമെൻ്റ് ഒക്കെ പറയുന്നുണ്ട്. റിപ്പോർട്ട് റൈറ്റിംഗ് പ്രൊഫഷണൽ സ്കില്ല്, അതുപോലെ ഫ്രെയിം ടൈം ലൈൻ ആൻഡ് റോഡ് മാപ്പ്, ക്രിട്ടിക്കൽ അനലിറ്റിക്കൽ സ്കില്ല്, പ്രൊഫഷൻസി MS ഓഫീസ്, ഇതൊക്കെ നമുക്ക് ബേസിക്കായിട്ട് വേണ്ട സ്കില്ലുകളാണ്. ഓക്കെ, അത് ജസ്റ്റ് അവിടെ കൊടുത്തതുള്ളൂ. പകക്കുള്ളവർക്കാണ് കുറച്ചും പാട് എന്താണ് ഈ പറയുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നോർമലാണ്, എല്ലാ പോസ്റ്റും അങ്ങനെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ സർട്ടിഫൈ ചെയ്ത് അല്ലെങ്കിൽ മീൻസ് നമുക്കൊരു ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റു സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ട ബേസിക് സ്കില്ലാണ് കേട്ടോ. അത് ആവശ്യമുള്ള ഈ ഒരു ജോലി ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. റിപ്പോർട്ട് റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ നമുക്ക് അറിയണം എന്നുള്ളത് ആണ് അവിടെ പറഞ്ഞത്. അപ്പോൾ മുകളിലുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അവസരങ്ങൾ നിങ്ങൾ പാഴാക്കണ്ട. ഇവിടെ കാണാം സെലക്ഷൻ പ്രൊസീജിയർ കാണാം. സെലക്ഷൻ പ്രൊസീജിയറിൽ നിങ്ങൾക്ക് കൺസൾട്ടൻറ്റ് അതുപോലെ അസോസിയേറ്റ് കൺസൾട്ടൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആദ്യം നിങ്ങളുടെ ഇതിലേക്കുള്ള സെലക്ഷൻ പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ മാർക്ക് നോക്കും, എക്സ്പീരിയൻസിന് ഒരു മാർക്കുണ്ട്, ഇൻ്റർവ്യൂവിന് ഒരു മാർക്ക്, 3 സംഭവം പാടെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് വെയിറ്റേജ് 60ഉം എക്സ്പീരിയൻസിന് 25ഉം ദെൻ ഇൻ്റർവ്യൂവിന് 15ഉം, അങ്ങനെ ടോട്ടൽ 100 ആണ് ടോട്ടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റേജ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ പറയുന്ന ഡിഗ്രിയോ PGയോ അല്ലെങ്കിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് സെലക്ഷനിൽ കിട്ടാൻ സാധ്യത കൂടുതലാണ് നിങ്ങൾ മനസ്സിലാക്കുക. പ്ലസ് നിങ്ങൾക്ക് എന്താണ് എക്സ്പീരിയൻസും കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്താണ് 25 മാർക്ക് എക്സ്പീരിയൻസിന് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തുണ്ട് ഒരു 15 മാർക്ക് മാത്രമാണ് ഇൻ്റർവ്യൂ. അപ്പോൾ ഇൻ്റർവ്യൂവിൽ ബേസിക്കായിട്ട് നിങ്ങൾ പെർഫോം ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് കയറാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് യങ് പ്രൊഫഷണൽ, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഫഷണൽ ഇൻറ്റേൺസും ജൂനിയർ പ്രൊഫഷണൽ ഇൻറ്റേൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഇൻ്റർവ്യൂ മാത്രമാണ് നോക്കുന്നത്. എക്സ്പീരിയൻസിന് മാർക്കില്ല. കാരണം ഇതിലേക്ക് എക്സ്പീരിയൻസ് നിർബന്ധമില്ലല്ലോ, അത് മാൻഡേറ്ററി അല്ല. അതുകൊണ്ട് അത് നിർബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മുടെ എന്താണ് പറയുക, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന് 85 ആണ് മാർക്ക് വെയിറ്റേജ് വരുന്നത്, ഇൻ്റർവ്യൂവിന് 15ഉം. അപ്പോൾ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ അത്യാവശ്യം മാർക്കൊക്കെ ഉള്ളവർ മാക്സിമം ഇതിലേക്ക് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അല്ലാത്തവരും അപ്ലൈ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് പറയാൻ പറ്റില്ല ആരൊക്കെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതോടൊപ്പം നിങ്ങളിതിലേക്ക് സെലക്ട് ആയി, ഇതിൽ അപേക്ഷാ ഫീസൊന്നുമില്ല, അതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ വഴി അവർ അറിയിക്കും കേട്ടോ നിങ്ങളെ. അപ്പോൾ ഈ മെയിൽ ID ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോസ്റ്റലായിട്ടാണ് നമ്മൾ ഇതിൻ്റെ അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്യണം. ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫില്ല് ചെയ്തിട്ട് നമ്മൾ അതിൽ റീസെൻ്റ് ആയുള്ള പാസ്വേഡ്സ് ഫോട്ടോഗ്രാഫൊക്കെ ഒട്ടിക്കണം. അതൊക്കെ ഞാൻ കാണിക്കാം. അതിൽ നമുക്ക് അതിൻ്റെ കൂടെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ ആവശ്യമുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മറ്റു എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ വെച്ച് അയച്ചു കൊടുക്കണം ഫോട്ടോ എടുത്ത്. അങ്ങനെ അയച്ചു കൊടുക്കേണ്ട അവിടെ ഈ അഡ്രസ്സിൽ, ഇതാണ് അഡ്രസ്സ്, ദ സെക്രട്ടറി എന്ന് പറഞ്ഞിവിടെ കാണാം നിങ്ങൾക്ക്, പിൻകോഡ് 628004, ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത് കേട്ടോ, ഈ അഡ്രസ്സിലേക്ക്. ഓക്കെ, ഒന്ന് ഞാനും അയച്ചിട്ടൊന്ന് അവിടെ കാണിക്കാം. ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതാണ്. അപ്പം ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് അതുണ്ട് ജസ്റ്റ് സീക്ക് ചെയ്ത് കാണാം കേട്ടോ. ഇവിടെ കാണാം ആ സെക്രട്ടറി തുടങ്ങിയിട്ട് നിങ്ങൾക്കിവിടെ കാണാം പിൻകോഡ്. ഈ ഒരു അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അയച്ചു കൊടുത്ത് അവിടെ എത്തേണ്ട അവസാന തീയതി 23 മാർച്ച് 20 ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ സമയമുണ്ട്. മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ. ഓക്കെ, അപ്പോൾ അത്രയാണ്. ഇത് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വലിയൊരു A4 സൈസിലുള്ള ഒരു എൻവലപ്പ് വാങ്ങുക. ഓക്കെ, എന്നിട്ട് അതിൽ അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഇത്രയാണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ളൊരു മെയിൽ ID അവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫോമാണ്. അപ്പം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ എന്ന് പറഞ്ഞ ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്താൽ കാണാം VOC പോർട്ട് ട്രസ്റ്റ് റിക്രൂട്ട്മെൻറ്റ് പറഞ്ഞിട്ട് താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ ഏറ്റവും താഴെ കാണാം നോട്ടിഫിക്കേഷൻ, ഇവിടെ കാണാം അപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആക്കാം. ഈ അപ്ലിക്കേഷൻ ഫോം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഏറ്റവും അടിയിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് വീണ്ടും ഞെട്ടണ്ട, ഏറ്റവും താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഏറ്റവും അടിയിലാണ് തന്നിരിക്കുന്നത്. ഇതാണ് അപ്ലിക്കേഷൻ ഫോം. വളരെ സിമ്പിളായുള്ളൊരു ബയോഡാറ്റയാണ്. ഇവിടെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കേണ്ടത്.
ഓക്കെ, റീസെൻ്റ് പാസ്പോർട്ട് സൈസ്. ഏത് പോസ്റ്റാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ പോസ്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഏതിലേക്കാണ് എന്താണ് ഇപ്പം കൺസൾട്ടൻ്റ് ആണോ അല്ലെങ്കിൽ ഏതാഴ്ച നിങ്ങൾ അതിനനുസരിച്ച് പോസ്റ്റ് നെയിം കൊടുക്കാം. അഡ്വർടൈസ്മെൻറ്റ് നമ്പർ നിങ്ങൾക്ക് ഇതിലുണ്ട്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിലുണ്ട്. ഓക്കെ, ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കേട്ടോ. ഈ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ വിത്ത് ഡേറ്റ് ആണ് പറയുന്നത്, ഡേറ്റും പാടെ നമ്മൾ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ കൊടുക്കുക, പിന്നെ ഡേറ്റ് അഡ്വർടൈസ്മെൻറ്റ് വന്ന ഡേറ്റ് കൊടുത്താൽ മതി. നിങ്ങളുടെ ഫുൾ നെയിം ബ്ലോക്ക് ലെറ്ററിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. പിന്നെ അഡ്രസ്സ്, ഇതൊക്കെ ബേസിക് ഡീറ്റെയിൽസ് ആണ്. ഇമെയിലൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എഴുതട്ടോ. ഓക്കെ, പിന്നെ നിങ്ങളുടെ എന്താണ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറ്റു ഡീറ്റെയിൽസ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ ഇവിടെ കേട്ടോ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, അത് നിങ്ങളുടെ ഈ പറയുന്ന പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം ഇവിടെ ഫില്ല് ചെയ്താൽ മതി. SSLC മുതലൊന്നും ഫില്ല് ചെയ്യേണ്ട, കാരണം അതിനുള്ള കോളംസ് ഇല്ല. ഡിഗ്രി PG അങ്ങനെയുള്ളതൊക്കെയാണ് നിങ്ങളിവിടെ ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, പിന്നെ നിങ്ങൾക്കിവിടെ ക്രോണോളജിക്കൽ ഓർഡറിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഈ പറയുന്ന എക്സ്പീരിയൻസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവർ ചെയ്താൽ മതി. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യുന്ന പോസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി ഇടാം. പിന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ലാംഗ്വേജസ് അറിയാം അതിന് നിങ്ങൾ ടിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. റീഡ് റൈറ്റ്, തമിഴ് ആരെങ്കിൽ റീഡ് റൈറ്റ് ഇത് കൊടുക്കുക, ഹിന്ദി ആരെങ്കിൽ അതങ്ങനെ കൊടുക്കുക. ഇല്ലെങ്കിൽ അത് ബ്ലാങ്ക് ആക്കി ഇടുക. ഓക്കെ, അറിയാത്തത് ബ്ലാങ്ക് ആക്കി ഇടുക, അല്ലാതെ ടിക്ക് ചെയ്യാം. പിന്നെ മറ്റു സ്കില്ലിൻ്റെ കാര്യങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് ഉണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യാം. പിന്നെ എന്തൊക്കെയാണ് എൻക്ലോഷറിൽ നിങ്ങളിവിടെ എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് ഷോർട്ടാക്കി ഇവിടെ എഴുതാം. എഴുതാൻ ഇവിടെ സ്ഥലമില്ലെങ്കിൽ ഇവിടേക്ക് ഒരു കോളം വരച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. ജസ്റ്റ് വല്ലാതെ ബോറാക്കാത്ത രീതിയിൽ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഫോട്ടോ സ്റ്റാറ്റാണ് വെക്കുന്നത് വെച്ചാൽ അങ്ങനെ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് സിഗ്നേച്ചറാണ് നിങ്ങൾ ഡേറ്റ് ചെയ്താൽ. ഓക്കെ, അത്രയും കാര്യങ്ങളാണ്. എന്നിട്ട് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കുക ഞാൻ പറഞ്ഞ അഡ്രസ്സിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. താങ്ക് യു.